ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നേതാക്കൾക്കും നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ, ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ എന്നിവർക്ക് അഭിമാന പോരാട്ടമാണ് ഇത്തവണ. ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകണമെങ്കിൽ കേരളത്തിൽ വൻ വിജയം നേടണം. മകൾ നേരിടുന്ന അന്വേഷണം ഉൾപ്പെടെ വ്യക്തിപരമായ വിഷയങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്ന് അവകാശപ്പെടാൻ LDFന്റെ ഭേദപ്പെട്ട പ്രകടനം അനിവാര്യം. ഫലം മോശമായാൽ സർക്കാരിനെതിരായ ആക്രമണങ്ങൾക്ക് മൂർച്ചകൂടും. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറയാൻ സാധിച്ചത് ആത്മവിശ്വാസമേകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടതായിരുന്നു. പൂർണ്ണ നിസ്സംഗത പാലിക്കുന്ന ഏജൻസികൾ തന്നെ ഇവിടെ വല്ലാത്ത ഉത്സാഹം, അതിന്റെ പിന്നിൽ എന്താണെന്ന് വേഗം ആളുകൾക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നിർണായക രാഷ്ട്രീയ ബലപരീക്ഷണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തൃക്കാക്കര, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം തന്റെ ടീം വർക്കാണെന്നും ആ മണ്ഡലങ്ങളിലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യമല്ലെന്നും തെളിയിക്കണം. സർക്കാരിനെതിരായ വിഷയങ്ങൾ പ്രയോജനപ്പെടുത്താൻ വി.ഡി. സതീശന്റെ നേതൃത്വത്തിന് കഴിഞ്ഞോ എന്ന വിധിയെഴുത്തു കൂടിയാകും ഇത്തവണത്തേത്. നിങ്ങൾ നോക്കിക്കോ, 20-ൽ 20 സീറ്റിൽ എഴുതി വെച്ചു. പാലക്കാട് ഇലക്ഷന് ഉറപ്പായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചെയ്യും. ഞാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വെച്ച് പോകാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. അപ്പൊ നമുക്ക് കാണാം. ഉറപ്പല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ? CPIM സംസ്ഥാന സെക്രട്ടറി പദവിയിൽ എത്തിയ ശേഷമുള്ള പ്രധാന ദൌത്യമാണ് ഇത്തവണ എം.വി. ഗോവിന്ദന്റെ മുന്നിലുള്ളത്. ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ ശക്തി ക്ഷയിച്ചതോടെ കേരളം മാത്രമാണ് ഇടതുപക്ഷത്തിന് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം. ദേശീയ തലത്തിൽ നിലനിൽപ്പിനായി പോരാടുമ്പോൾ ഇടതുപക്ഷം പ്രതീക്ഷയോടെ കാണുന്നത് എം.വി. ഗോവിന്ദന്റെ നേതൃത്വത്തെ മാത്രം. തീർന്നില്ല. മുഖ്യമന്ത്രിയുടെ നിഴലിൽ ഒതുങ്ങിപ്പോയെന്ന പ്രതീതി മറികടക്കണം. രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്താനായില്ലെങ്കിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വിമർശന ശരമേൽക്കേണ്ടി വരും. രണ്ടാളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് നിൽക്കുന്ന CPIM ആണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പര ധാരയോടുകൂടി മുമ്പോട്ടേക്ക് പോകുന്ന ഒരുപാട് ചിത്രം കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോലിബി സഖ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2019 മിന്നും ജയമാണ് കെ. സുധാകരന് മുന്നിലെ കടമ്പ. ഒരു സീറ്റ് കുറഞ്ഞാൽ പോലും സുധാകരന് മറുപടി പറയേണ്ടി വരും. ആരോഗ്യ പ്രശ്നങ്ങളും നാക്കുപിഴകളും സംഘടനാ രംഗത്തെ അലംഭാവങ്ങളും പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശകർ ആയുധമാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ UDFന്റെ മികച്ച പ്രകടനത്തിനൊപ്പം കണ്ണൂരിലെ ഭൂരിപക്ഷവും അതിനിർണായകം. 20 out of 20 ഉറപ്പ്. ലോക്സഭയിലേക്ക് മാത്രമല്ല, BJP സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തുടരുന്നതിന് കൂടിയുള്ള വിധിയെഴുത്താകും ഒരു മാസത്തിനപ്പുറം കെ. സുരേന്ദ്രൻ അഭിമുഖീകരിക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ നിറം മങ്ങിയ പ്രകടനത്തെ തുടർന്ന് നേതൃമാറ്റം മുറവിളിയെ അതിജീവിച്ച സുരേന്ദ്രന് ഇനി ഒരു തോൽവി കൂടി താങ്ങാനാകില്ല. ഒരു സീറ്റെങ്കിലും താമര വിരിക്കാനായാൽ സുരേന്ദ്രൻ BJPയുടെ കേരളത്തിലെ മിന്നും താരമാവുകയും ചെയ്യും. BJP കേരളത്തിൽ തോറ്റപ്പോഴും അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തി തന്നെയായിരുന്നു. ഇത്തവണ ഞങ്ങൾ വിജയത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.